പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. മൊബൈലും കയ്യിൽ പിടിച്ചിരിക്കുന്ന ആദിയുടെ നോട്ടം ബാലയിലെത്തി നിന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോലി മാറ്റിവെച്ചുകൊണ്ട് ആദി എഴുന്നേറ്റ് ബാലയുടെ അടുത്തേക്ക് വന്നു. എന്താണ് മാഡം, വല്ലാത്ത ആലോചനയിലാണല്ലോ. എന്നോടുകൂടി പറഞ്ഞാൽ ഞാനും കൂടി ആലോചിക്കാം. ആദി പറയുമ്പോൾ ഒട്ടും തെളിച്ചമില്ലാത്ത മുഖത്തോടുകൂടി ബാല അവനെ മുഖമുയർത്തി നോക്കി. എന്താടോ, എന്തു പറ്റി? എന്തിനാ ഇത്രയും സങ്കടം? ആദി ചോദിക്കുമ്പോൾ പെണ്ണ് കണ്ണുയർത്തി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയ് ബാല, എന്നോടല്ലേ? നിന്റെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അറിയണ്ടേ കുഞ്ഞേ? ലക്ഷ്മിക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടച്ചുവേട്ടാ. അവൾ വല്ലാത്ത വിഷമത്തിലാണ് എന്നോട് സംസാരിച്ചത്. താൻ കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ ബാല എനിക്ക് മനസ്സിലാകൂ. അവൾക്കൊരു ജോലി വേണമെന്ന്. എത്ര നാളെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെയാണ് പെണ്ണ് ചോദിക്കുന്നത്. ഇതാണോ കൊച്ചേ ഇത്രയും വലിയ കാര്യം? ആദ്യം നിസ്സാര മട്ടിൽ അവളോട് ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ദേഷ്യം, പരിഭവം. അച്ചുവേട്ടൻ ഇത് കേട്ടിട്ട് ചെറിയ കാര്യമായി തോന്നിയോ? കണ്ണും കൂർപ്പിച്ചുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ ആദി പെട്ടെന്ന് ഗൗരവത്തോടെ അവളെ നോക്കി. അവരുടെ ഉത്തരവാദിത്വങ്ങളും കൂടി നമ്മൾ നോക്കുന്നുവെന്ന് ഒരു തോന്നലുണ്ടായി കാണും ബാല. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടുടനെ തന്നെ ഞാനും തന്നെ പോലെ മുഖം വീർപ്പിച്ച് വെക്കണോ? ഒന്നാലോചിച്ചാൽ നമ്മൾ കാരണമല്ലേ അവൾ തൊഴിലുറപ്പ് പണി നിർത്തി വീട്ടിലിരിക്കുന്നത്. എന്താവശ്യത്തിനും നമ്മളോട് ചോദിക്കാൻ മടിയായി കാണും. അതിലവളെ കുറ്റം പറയാൻ പറ്റുമോടി? അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല ബാല. അവളിപ്പോൾ നിന്നോട് എന്താ പറഞ്ഞത്? അതാദ്യം നീ പറയ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും അച്ചുവേട്ടൻ കേട്ടില്ലേ? എൻ്റെ കൊച്ചേ, അത് ഞാൻ കേട്ടു. അവൾ എങ്ങനെയുള്ള ജോലിയാണ് അന്വേഷിക്കുന്നതെന്ന് അത് നീ പറയ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ജോലി വേണമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിയിൽ കയറ്റി വിടാൻ പറ്റുമോ ബാല? ഒന്നാമത് പ്രായം അതാണ്. പിന്നെ നമുക്ക് വിശ്വാസമുള്ളിടത്താണെങ്കിൽ പേടിക്കാനില്ല. ആദ്യം പറയുന്നതൊക്കെ ശരിയാണ്. ബാല ഒന്നും മിണ്ടാതെ തലകുലുക്കി കേട്ടുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ബാല, വെറുതെ എന്തിനാ മറ്റെവിടെയെങ്കിലും നോക്കുന്നത്? നമ്മുടെ ഓഫീസിൽ തന്നെ റിസപ്ഷനിൽ ലക്ഷ്മിക്കും കൂടി ഒരു ജോലി തരാക്കിയാലോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം മീരയ്ക്കൊരു സഹായമായി നിൽക്കട്ടെ. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ. പിന്നീട് നമുക്ക് മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും നോക്കാം. അതാകുമ്പോൾ നമുക്കും ഒരു മനസ്സമാധാനം കാണും. ആദി പറയുമ്പോൾ സന്തോഷത്തോടെ ബാല അവനെ നോക്കി. ശരിക്കും പറഞ്ഞാൽ അവളുടെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അച്ചുവേട്ടൻ ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി അവൾക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ ഒരുപാട് സഹായങ്ങൾ വീട്ടിലേക്ക് വേണ്ടി ചെയ്തു. ഇനി ഇതും കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. പക്ഷെ അവളുടെ മനസ്സറിഞ്ഞ എന്നവണ്ണം ആദ്യം അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. അവൾ എഴുന്നേറ്റ് ചെന്ന് ആദിയുടെ മടിയിലിരുന്ന ലാപ്ടോപ്പ് എടുത്ത് മാറ്റി അവൾ കയറിയിരുന്നു. സാധാരണ ആദി എന്തെങ്കിലും തിരക്കിലായിരിക്കുമ്പോൾ ബാല ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തതാണ്. പക്ഷേ പെണ്ണിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആദി അവളെ മുഖമുയർത്തി നോക്കി. അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൾ ആ മുഖം ആകെ ഉമ്മ വെച്ചു. എനിക്ക് എന്തിഷ്ടമാണെന്നറിയാവോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം. എനിക്കറിയില്ലല്ലോ കുഞ്ഞെ, നിനക്ക് എത്ര എന്നെ ഇഷ്ടമാണെന്ന്. അവളെ കളിയാക്കുന്നതിന് വേണ്ടിയുള്ള ചെക്കൻ്റെ ചോദ്യം കൂടിയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെണ്ണിൻ്റെ മുഖം വീർത്തുപോയി. അച്ചുവേട്ടനറിയില്ലേ എനിക്ക് അച്ചുവേട്ടനോട് എത്ര ഇഷ്ടമുണ്ടെന്ന്? അതെങ്ങനെ എനിക്കറിയാനാണ് ബാല? നീ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എത്ര ഇഷ്ടമുണ്ടെന്ന് എന്നോട്? അവളുടെ ചോദ്യവും ഇരുത്തവും കണ്ടുകൊണ്ട് അവൻ അവളെ കളിയാക്കി. ഇത്ര നാളായിട്ടും അച്ചുവേട്ടനത് അറിയില്ലേ? അറിയില്ലെങ്കിൽ അറിയണ്ട. പരിഭവിച്ചുകൊണ്ട് പെണ്ണവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോയി ബെഡിൽ ചുരുണ്ടുകൂടി. അതെന്തൊരു പോക്കാണ് കൊച്ചേ. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ? അവൾ എഴുന്നേറ്റ് പോയതിന് പിന്നാലെ തന്നെ ആദ്യം എഴുന്നേറ്റ് നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഡോർ ലോക്കാക്കി അവളുടെ അടുത്തേക്ക് ചെന്നു. പെണ്ണിനെ പിന്നിലൂടെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും പെണ്ണവൻ്റെ കൈ തട്ടി മാറ്റി. അങ്ങനെ എൻ്റെ ഇഷ്ടം അറിയാത്തവരാരും എന്നെ തൊടണ്ട. ആഹാ, ബാലമോള് വല്ലാത്ത പിണക്കത്തിലാണല്ലോ. സാധാരണ എൻ്റെ കൊച്ചിന് കുറച്ചുകൂടി പക്വതയുള്ളതാണ്. ഇപ്പോൾ പിന്നെ എന്ത് പറ്റി?
അവളുടെ കാതോരം ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. എന്ത് പറഞ്ഞാലും തന്നെ കളിയാക്കുന്നവനെ കണ്ടപ്പോൾ പെണ്ണ് ദേഷ്യം കൊണ്ട് ചുണ്ടും മുഖവുമൊക്കെ ചുവന്നു. അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. പറയൂ അച്ചുവേട്ടാ, ശരിക്കും അറിയില്ലേ എനിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. ഇത്തവണ പെണ്ണിൽ നിറയെ പരിഭവവും പിണക്കവുമാണ്. അവളുടെ അത്രയും ചുവന്നുപോയ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൻ അവളെ തൻ്റെ കൈക്കുഴിയിലേക്ക് എടുത്ത് കിടത്തി. എനിക്കല്ലാതെ അത് പിന്നെ മറ്റാർക്കാടി അറിയുന്നത്? ചോദിക്കുന്നതോടൊപ്പം അവളുടെ ചുണ്ടുകളെ അത്രമേൽ ഇഷ്ടത്തോടെ അവൻ ചുംബിച്ചു. അപ്പോഴേക്കും താഴെ നിന്ന് അമ്മയുടെ വിളി വന്നു. ബാല ഞെട്ടിപ്പിടച്ച് എഴുന്നേറ്റ് ഡോറും തുറന്ന് പുറത്തേക്ക് ഓടി. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കേട്ടു റൂമിൽ നിന്നും മോനൂട്ടൻ്റെ കരച്ചിൽ. ഓടിച്ചെന്ന് മംഗളത്തമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് ബാല നെഞ്ചോട് ചേർത്തു. അമ്മയുടെ പൊന്ന് കരയല്ലേ. വിമ്മി കരയുന്ന കുഞ്ഞി ചെറുക്കൻ്റെ കവിളിലും മുഖത്തുമൊക്കെ അമർത്തി ഉമ്മ വെച്ച് പിടിച്ചുകൊണ്ട് പറയുന്നവളെ ഒരു നോട്ടം പോലും മാറ്റാൻ കഴിയാതെ മംഗളത്തമ്മ നോക്കി നിന്നു. പ്രസവിക്കാതെ ഒരു സ്ത്രീക്ക് ഇത്രയുമൊക്കെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമോ? മോനൂട്ടനോടുള്ള അവളുടെ ഇഷ്ടത്തിൻ്റെ ഒരു തരി പോലും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അടുക്കള ജോലിക്ക് കമലം വന്ന സമയത്തൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ആദിയെ കെട്ടി വീട്ടിൽ കയറിപ്പറ്റാനുള്ള ബാലയുടെ അടവാണ് കുഞ്ഞിനോടുള്ള സ്നേഹമെന്ന്. പക്ഷേ ഒരിക്കൽ പോലും മംഗലത്തമ്മയ്ക്ക് അവരുടെ ആ സ്നേഹത്തിൽ സംശയം തോന്നിയിട്ടില്ല. മോനൂട്ടൻ്റെ അമ്മ തന്നെയാണ് അവൾ. ഞാൻ എത്ര തവണ പറഞ്ഞു അമ്മ, മോനൂട്ടൻ്റെ തൊട്ടിലും മറ്റും ഞങ്ങളുടെ റൂമിൽ വയ്ക്കാമെന്ന്. അപ്പോൾ പിന്നെ അവൻ എന്നെ കാണാതെ ഇങ്ങനെ സങ്കടപ്പെടുമോ? മംഗളത്തമ്മയോട് സംസാരിക്കുമ്പോൾ പെണ്ണിൻ്റെ ശബ്ദത്തിൽ നിറയെ പരിഭവമായിരുന്നു. മംഗലത്തമ്മ അതിന് മറുപടി പറയും മുമ്പേ തന്നെ അവൾ കുഞ്ഞുമായി അടുക്കളയിലേക്ക് പോയി. മോനൂട്ടനുള്ള പാൽ അവൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നു. അതിന് ചെറുതായി ഒന്ന് ചൂടാക്കി അവൻ്റെ കഴുകി വെച്ചിരുന്ന പാൽക്കുപ്പിയിലേക്ക് ഒഴിച്ചു. കുഞ്ഞിനെ ഇടുപ്പിലെടുത്ത് നേരെ ഹാളിൽ വന്നിരുന്നു. അവൻ്റെ കയ്യിലേക്ക് കുപ്പി വെച്ച് കൊടുത്തു. കുഞ്ഞിനെ മടിയിൽ കിടത്തി പാൽ കുടിപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും ആദ്യം താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. സോഫയിലിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയും അതിനോടൊപ്പം മോനൂട്ടൻ്റെ തുടയിലും പതിയെ താളം പിടിച്ചു. ബാലയുടെയും കുഞ്ഞിൻ്റെയും അടുത്ത് അല്പസമയം ഇരുന്നതിന് ശേഷം ആദി ഫോണുമായി അപ്പുറത്തെ സോഫയിലേക്ക് പോയി. ലക്ഷ്മിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. ആദ്യത്തെ തവണ ഫോൺ മുഴുവൻ ബെല്ലടിച്ച് നിന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി വിളിച്ചു. ഹലോ ആദിയേട്ടാ, എവിടെയായിരുന്നു പെണ്ണേ നീ? ജോലിയിലാണോ? ഫോൺ എടുത്ത പാടെ ആദി ചോദിച്ചു. ഇല്ല, പാത്രം കഴുകുകയായിരുന്നു ചേട്ടാ. എന്താ അത്യാവശ്യമായി വിളിച്ചത്? ബാലയോട് നീ ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ലക്ഷ്മി. ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. താൻ അങ്ങനെ ചോദിച്ചത് അവൻ ഇഷ്ടമായില്ലേ എന്നാണ് അവൾക്ക് സംശയം തോന്നിയത്. സോറി ആദിയേട്ടാ, ഇനി ഞാൻ അങ്ങനെ ചോദിക്കില്ല. എന്തിനാ മോളെ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? ഞാനൊരു കുറ്റമായിട്ടല്ല ചോദിച്ചത്. എൻ്റെ ഓഫീസിൽ റിസപ്ഷനിൽ നിനക്കൊരു വേക്കൻസി ശരിയാക്കി തരാം. തൽക്കാലം മീരയോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ പഠിക്ക്, അതുപോരെ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടണമെന്ന് തോന്നി. ആദ്യേട്ടനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ലക്ഷ്മി അങ്ങനെയാണ് ചോദിച്ചത്. എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? നീ എനിക്ക് അന്യയല്ലല്ലോ, എൻ്റെ അനിയത്തിയല്ലേ. നാളെ രാവിലെ തന്നെ ഇങ്ങ് പോരെ, നമുക്ക് ഒരുമിച്ച് പോകാം. തൽക്കാലം സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്തോ. ആദ്യം പറയുന്നതൊക്കെ ബാലയും മംഗലത്തമ്മയും കേട്ടുകൊണ്ടേയിരുന്നു. അതെന്തായാലും നന്നായി അച്ചു. ഒന്നുമില്ലെങ്കിലും പഠിച്ച കുട്ടിയല്ലേ. മറ്റെവിടെയെങ്കിലും പറഞ്ഞു വിടാൻ എനിക്ക് പേടിയാണ് അമ്മേ. ഇതാകുമ്പോൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ കാണുമല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രസിഡൻറ്റിൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നകത്തേക്ക് വന്നത്. പ്രസിഡൻറ്റിനെ കണ്ടപ്പോൾ ആദ്യം എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. എന്താ പ്രസിഡൻറ്റേ? അയാളെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ആദി ചോദിച്ചു. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ സാറേ? എനിക്കല്പം സ്വകാര്യമായി സംസാരിക്കാനുണ്ട്. അകത്തേക്ക് നോക്കി മംഗലത്തമ്മയും ബാലയും ഇരിക്കുന്നത് കണ്ടുകൊണ്ട് പ്രസിഡൻ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ സംഗതി എന്തോ സീരിയസ് ഉള്ള കാര്യമാണെന്ന് ആദിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. എന്താ പ്രസിഡൻറ്റേ, എന്തെങ്കിലും? അതൊന്നുമില്ല സാറേ, കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. പറയുമ്പോൾ ആദിയുടെ നെറ്റി ചുളിഞ്ഞു. ആരാ പ്രസിഡൻറ്റേ? അത് പിന്നെ നമ്മുടെ ബാലമോളുടെ അനിയത്തിക്ക് പണ്ടൊരു ചെറുക്കനുമായി ചെറിയ ഇടപാടുണ്ടായിരുന്നല്ലോ, അവനാണ് അനിൽ. പ്രസിഡൻറ്റ് വല്ലായ്മയോടുകൂടി പറയുമ്പോൾ ആദ്യം അയാളെ ഒന്ന് നോക്കി. അതോടൊപ്പം തന്നെ അവൻ്റെ നെറ്റിയിൽ വരകൾ വീണു. എപ്പോഴും സംസാരിക്കുന്നതിൽ നിന്നും വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേൾക്കാൻ നിൽക്കുന്നവനിലേക്ക് പ്രസിഡൻറ്റിൻ്റെ നോട്ടം എത്തിപ്പോയി.
അനിൽ വന്നിട്ട് പ്രസിഡൻറ്റിനോട് എന്താ പറഞ്ഞത്? എനിക്കാദ്യം ആളിനെ മനസ്സിലായില്ല സാർ. പിന്നീട് അവൻ തന്നെയാണ് പരിചയപ്പെടുത്തിയത്. കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ ആ പയ്യൻ്റെ അവസ്ഥയെ കണ്ടപ്പോൾ പ്രസിഡൻറ്റ് വളച്ചു കിട്ടാതെ കാര്യം എന്താണെന്ന് പറ. ആ പയ്യന് ലക്ഷ്മിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. പ്രസിഡൻറ്റ് വളരെ ബുദ്ധിമുട്ടിയാണ് അത് പറഞ്ഞത്. കാരണം മുന്നിൽ നിൽക്കുന്നവൻ്റെ ഭാവവും മറ്റും അയാളെ അത്രമാത്രം ഭയപ്പെടുത്തുന്നുണ്ട്. അവനിപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്യൂൺ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അന്ന് കണ്ടതിൽ നിന്നും വളരെ പക്വതയോടുകൂടിയുള്ള പെരുമാറ്റവും മറ്റുമായിരുന്നു സാർ. ചെയ്തു പോയ തെറ്റിനൊക്കെ വല്ലാത്ത കുറ്റബോധമുണ്ടിപ്പോൾ. ഒന്നോർത്താൽ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ സംഭവിച്ചത് പോയതാകാം. സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഭയം കൊണ്ടാണ് എന്നെ അന്വേഷിച്ച് വന്നത്. സാറിനോട് സംസാരിച്ചിട്ട് ഇതൊരു പ്രപ്പോസലായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനൊന്ന് സംസാരിക്കാമെന്ന് കരുതി. അതാ വന്നത്. പ്രസിഡൻറ്റ് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ആദി ഗൗരവത്തിൽ നിൽക്കുകയാണ്. മറുപടി ഒന്നും പറഞ്ഞില്ല. തൽക്കാലം പ്രസിഡൻറ്റ് ആരോടും പറയണ്ട. ശരി സാർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സാർ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. അതിനമർത്തി ഒരു മൂളലല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ആദി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സ്റ്റോറി ഇഷ്ടമായാൽ സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രാരുദ്രപ്രിയയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.